ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് എങ്ങനെയാണ് എന്നുള്ളതാണ് എൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം. അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആവുകയും വേണം, മെൻ്റലി ഒന്ന് ഡീറ്റോക്സ് ആവുകയും വേണം, അതേസമയം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം. അങ്ങനത്തെ ഒരു ദിവസം നമുക്കൊന്ന് നോക്കാം. അതായത് ഞാൻ ഇത് വ്ളോഗ് ചെയ്യും. അപ്പോൾ എൻ്റെ യൂട്യൂബിനുള്ള കോണ്ടന്റ് ക്രിയേഷനിൽ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അതിൽ കിട്ടും. പിന്നെ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് എന്നാണെങ്കിൽ പറയാം. കുറേ പൈസയുള്ള ആൾക്കാർ സ്ട്രെസ് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം പൈസ ഇല്ലാത്ത ഐശ്വര്യ പോലെയുള്ള ആൾക്കാർ സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കാനുള്ള സാധനം ഹെൽമെറ്റും റെയിൻകോട്ടും ആണ് കേട്ടോ. ഇത് രണ്ടും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. ബഷിയാണ് കൊണ്ട് കളഞ്ഞത് ആക്ച്വലി. പക്ഷെ ബഷി സമ്മതിച്ചിരുന്നില്ല. പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹെൽമെറ്റ് വാങ്ങിക്കാനും റെയിൻകോട്ടും വാങ്ങിക്കണം. ഇത് രണ്ടും ഇല്ലാണ്ട് എനിക്കിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ ഷോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വേറെ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല. പിന്നെ എനിക്കൊരു 200 റുപ്പീസ് ചിലവിന് വേണ്ടി വരും മിക്കവാറും. ഇന്ന് നമുക്ക് ട്രാവൽ ചെയ്ത് പോരുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലറ ചില്ലറ ഫുഡോ വെള്ളമോ എന്തെങ്കിലും കുടിക്കാനായിട്ട് ഏറെക്കുറെ 10-200 രൂപ വേണ്ടി വരും. പ്ലസ് ഒരു 100 രൂപയുടെ അടുത്ത് ചിലപ്പോൾ വണ്ടിക്ക് എണ്ണ അടിക്കേണ്ടി വരും. അപ്പോൾ അത്രയും പൈസ നമ്മളിന്ന് ചിലവാക്കുമെന്നാണ് സാരം. ഏറെക്കുറെ എല്ലാം പാടെ ഒരു 1000 റുപ്പീസിൻ്റെ അടുത്ത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് മൂവ്. നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനുണ്ട്, ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനും ഉണ്ട്. എല്ലാം നമ്മൾ ഇന്ന് പോകുന്നിടത്തുനിന്നാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീടിൻ്റെ കാര്യം എനിക്കിന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മയുണ്ട്. സോ ഞാനിന്ന് കുറച്ചൊന്ന് ഫ്രീ ആണ് മെൻ്റലി. അങ്ങനെ നമ്മൾ നേരെ പത്തിരിപ്പാല എത്തിയിട്ടോ. നമ്മുടെ കാക്കാൻ്റെ കടയിലേക്ക് ഗൾഫ് ടച്ച് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഹെൽമെറ്റ് വാങ്ങി. ഞാൻ ആദ്യം ഹെൽമെറ്റ് എടുത്ത് നോക്കിയേ. പിന്നെ എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ള പോലെ തോന്നിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കാക്ക പറഞ്ഞു, എന്നാൽ പിന്നെ അത് എടുക്കണ്ട, നീ ഞാൻ വേറെ തരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഹെൽമെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ കളറും അതേപോലെ ആ ക്വാളിറ്റിയൊക്കെ. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നിയിട്ടു. അപ്പോൾ നമ്മളത് മാറ്റി വാങ്ങിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിങ്ങനെ സ്ട്രെസ് ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ ഷോപ്പ് ചെയ്യുക കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആവണം കേട്ടോ. നമ്മളിങ്ങനെ മനസ്സിൽ പറയണം താങ്ക് യു, അല്ലെങ്കിൽ അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് അവർക്കത് കിട്ടിയാലോ. ആ കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും അതുപോലെ അത് രണ്ട് കാറ്റഗറി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത്ര പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഓർത്ത് നമ്മൾ ചെയ്യുന്ന ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെസ് അത്രയും കൂടി വരികയേ ചെയ്യുള്ളൂ. നേരെ തിരിച്ച് നമ്മൾ ഓക്കെ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ നമുക്ക് പൈസ ഉള്ളതുപോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതുണ്ടല്ലോ. അതായത് അപ്പർ ക്ലാസ് ജീവിക്കുന്ന ഒരു രീതിയായിരിക്കും, മിഡിൽ ക്ലാസ് ജീവിക്കുന്നത് വേറൊരു രീതിയായിരിക്കും, ലോവർ ക്ലാസ് ജീവിക്കുന്നത് വേറൊരു രീതിയായിരിക്കും. നിങ്ങൾ അപ്പർ ക്ലാസ് ജീവിക്കുന്ന രീതി കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇടങ്ങേറ് മനസ്സിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും പടച്ചവനോട് ദുആ ചെയ്യാന്നല്ലാതെ ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇന്നർ പീസ് കൂടുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. അത്രയും ഉയർച്ച കണ്ടിട്ടും നമ്മുടെ ഉള്ളിൽ സന്തോഷം മാത്രമേ തോന്നുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് അത്രയും ബ്ലെസ്സിങ്സ് കിട്ടും. ആക്ച്വലി 2 തവണ ഞാൻ റെയിൻകോട്ട് ഇടുന്നില്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ റെയിൻകോട്ട് ഇട്ടോ. സോ നമ്മൾ പോവാണ്. റെയിൻകോട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റേ മഴ കൊണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് പൂര വെയിലായിരുന്നു. ഫൈനലി വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതാണ് കേട്ടോ സ്ഥലം. ആക്ച്വലി ആണോ അങ്ങനെ ലോങ് പാലുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ എക്സാം എഴുതാൻ പോണ്. നമ്മൾ നല്ലോണം പ്രിപ്പയർഡ് ആവാത്ത എക്സാംസ് ഒക്കെ ഇങ്ങനെയുള്ള പ്ലേസിൽ നിന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. ആൻഡ് ക്ലാസ്സും നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് കൊടുക്കുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സാം എടുക്കുന്നതും ഇവിടെ നിന്നാണ് കേട്ടോ. ആക്ച്വലി പീസ് ഓഫ് മൈൻഡ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇതുപോലുള്ള പ്ലേസിലോട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി ഐ എം റെഡി ടു ടേക്ക് മൈ ക്ലാസ്. അതേപോലെ തന്നെ എക്സാം എഴുതാനും ഞാൻ ഓക്കെ ആണ് ഇപ്പോൾ. സത്യമായിട്ടും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സോളോ ലോങ് ഡ്രൈവ് ഒക്കെ, ലോങ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഇടയ്ക്ക് വരാറുള്ള സ്ഥലമാണ്. അപ്പം അത്രയും വന്നിട്ട് കുറേ ആയിട്ടോ, അങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് കുറേ ആയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ നമ്മുടെ അമ്മച്ചിയൊക്കെ മരിച്ച് ആ ഒരു ടൈം ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡായി നിൽക്കുന്ന ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വല്ലാണ്ട് വരാൻ തുടങ്ങി. ക്ലാസ്സുകൾ നേരെ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നപ്പോഴും ഞാൻ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഇതേപോലെ നല്ലോണം സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞപ്പം ഐ തോട്ട് നമുക്കൊന്ന് പുറത്ത് പോവാം, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ എനിക്ക് ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി എക്സാം ഉണ്ട്. അപ്പം അതൊരു വലിയ പ്രശ്നമായിരുന്നു. നൗ സെറ്റ് അല്ലേ, സ്ഥലമൊക്കെ കണ്ടില്ലേ? ഇനിയും കാണാൻ കേട്ടോ കുറെ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് നല്ല വ്യൂ ആണ്. പറഞ്ഞിട്ട് പാറയിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ നനയാനും കളിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാം നടക്കും. നമ്മളൊന്ന് ചില്ലാവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക്
എല്ലാം നടക്കും. സോ പിന്നെ ഒരു കാര്യമുണ്ട്, എക്സാം നമുക്ക് അവർ ലിങ്ക് തന്ന് 10 സെക്കൻഡിനകത്ത് കയറണം, 30 സെക്കൻഡ്സിനകത്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യണം. സോ അതൊരു പ്രശ്നമുണ്ട്. എത്ര സോ ചെയ്തറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ സംസാരിക്കണം. മാത്രമല്ല ഇവിടെ ചുറ്റൂടും ആളുകളുണ്ട്. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം നിറയെ കപ്പിൾസ് ആണ്. ഇത് ലവേഴ്സിന്റെ ഒരു സ്പോട്ടും കൂടെയാണ് കേട്ടോ. നിറയെ ലവേഴ്സ് ആണ് കൂടുതലുണ്ടാവുക. വീഡിയോ ഷൂട്ടിങ്ങിന് വരുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും മേ ബി. പിന്നെ ബൈക്കേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി വ്യൂവും കൂടെ കാണിച്ചു തരാം. ഓക്കെ. ഞാൻ അവിടെ എത്തിയിട്ട് ഓർത്തൊരു കാര്യമായിരുന്നു കേട്ടോ, ഇനി ഇപ്പോൾ റേഞ്ച് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഐഫോണിൽ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാനും എക്സാം എടുക്കാനും അതുപോലെ ക്ലാസ് എടുക്കാനും ഒക്കെ പറ്റിയിട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 2 ദോശ കഴിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്ലാൻ ടോട്ടലി മാറി. ഞാനൊരു ഓംലെറ്റ് കഴിക്കാമെന്ന് കരുതിയിട്ടോ. അത് ഒരുപാട് പൈസയൊന്നും അങ്ങനെ ഫുഡിന് വേണ്ടി ചിലവാക്കേണ്ടതെന്ന് വിചാരിച്ചു. ടോട്ടൽ എക്സ്പെൻസ് നമുക്കൊരു 200 റുപ്പീസിൻ്റെ ഉള്ളിൽ വന്നു കേട്ടോ. 100 സംതിങ് പെട്രോളിനും അതുപോലെ ഒരു 40 രൂപ ഓംലെറ്റിനും, അത്രയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു കേട്ടാ. എന്താ ഈ പാറപ്പുറത്ത് അവിടെ കുറച്ചു നേരം ഇരിക്കാം. ആൻഡ് നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്താ വ്യൂ! ഈ വ്യൂ നോക്കിയിട്ട് ഇവിടെ ഇരിക്കാന്ന് കരുതുന്നുണ്ട്. നമ്മള് എക്സാം കൊടുക്കുന്നത് ഇവിടെ നിന്ന് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു സെൽഫായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം നമ്മൾ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ സമാധാനം തരുന്നത് അത് നിങ്ങൾ ചെയ്യാട്ടോ. എന്നെ ഹീൽ ചെയ്യാൻ നേച്ചറിന് ഭയങ്കര കഴിവുണ്ട്. ആക്ച്വലി തെറപ്പി എടുക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ തെറപ്പി എടുക്കുക, കൗൺസിലിങ്ങിന് പോകണമെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ട്രെയിനറല്ലേ, കുറുന്തോട്ടിക്കും വാദോ, നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ട്രെയിനറല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ തെറപ്പി എടുക്കുന്നത്? ഞാൻ തെറപ്പി കൊടുക്കാനും പോകാറുണ്ട്, എനിക്ക് തെറപ്പി എടുക്കാനും പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് തെറപ്പി എടുക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ക്യാൻസറുടെ ഡോക്ടറാന്ന് വെച്ചിട്ട് അയാൾക്ക് ക്യാൻസർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന മെൻ്റൽ ഹെൽത്തും. നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അനുഭവിക്കും. അപ്പം ഞാൻ നല്ലോണം ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകാറുണ്ട്. പിന്നെ എനിക്ക് കുറച്ചധികം ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഞാൻ അനുഭവിക്കാറുണ്ട്. എന്തായാലും ഞാൻ ക്ലിനിക്കലി ഡിപ്രസ്ഡ് അല്ല എന്നുള്ളതാണ് എൻ്റെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ പറഞ്ഞത്. അതിന് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ മുന്നത്തെ ട്രോമയൊക്കെ ട്രിഗർ ചെയ്തതിൻ്റെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അത് പതിയെ ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൗൺസിലിങ്ങും തെറപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലില്ല. അപ്പോൾ അത്രയാണ് കേട്ടോ എനിക്ക് ആ കാര്യത്തിൽ കണ്ടത് പറയാനുള്ളത്. നമ്മൾ എപ്പോഴാണോ മെൻ്റലി എമോഷണലി വീക്ക് ആവുന്നത് അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഷോപ്പ് ചെയ്താൽ സമാധാനം കിട്ടുമെങ്കിൽ പൈസയുള്ള ആൾക്കാരാണെങ്കിൽ ഷോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കുക്ക് ചെയ്താൽ സമാധാനം കിട്ടുമെങ്കിൽ കുക്ക് ചെയ്യുക. നിങ്ങൾക്ക് പിള്ളേരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നെ ഓക്കെ ആക്കാൻ പറ്റുന്നതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് എന്നെ ഓക്കെ ആക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഓക്കെ ആക്കുന്നത് നേച്ചറാണ്. സോ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ എനിക്ക് വണ്ടി ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ ഞങ്ങളുടെ തൊട്ട് ബാക്കിലുള്ള തൊടിയിൽ റബ്ബർ തൊടിയിൽ പോയിരിക്കുമായിരുന്നു പണ്ട് മേക്കുട്ടിയൊക്കെ ആകുമ്പം. അപ്പോൾ അവളെയും കൊണ്ട് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ പോയിരിക്കുമായിരുന്നു. അതല്ലാതെ ഇപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ദൂരേക്ക് വന്ന് ഇരിക്കാൻ തുടങ്ങിയത് അവളുടെ സ്കൂളിൽ ചേർത്തിയ ശേഷമാണ് കേട്ടോ. ഞാൻ ട്രാവൽ ചെയ്യും. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. അതേപോലെ വേറൊരു കാര്യം, ഇതുപോലെ ഇങ്ങനെ നേച്ചർ തപ്പിപ്പിടിച്ച് അവിടെ പോയിരിക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. എല്ലാവർക്കും അത് ആക്സസിബിൾ ആയിക്കോണം അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിക്കോളണം എന്നൊന്നുമില്ല. പിന്നെ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ എന്താ പറയുക, എല്ലാവരോടും പോയിട്ട് ഇങ്ങനെ സങ്കടം വിഷമം പറയുന്നതിനേക്കാൾ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആയിരുന്നിട്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻ എ സെൻസ് ഇതൊരു മെഡിറ്റേഷനാണ് കേട്ടോ. റിലാക്സ് ആണ്, നമുക്കിങ്ങനെ ഫ്രഷ് എയർ കിട്ടും. സോ ഒരു വഴിയിൽ അല്ലെങ്കിൽ വേറൊരു വഴിയിൽ ഇതൊരു മെഡിറ്റേഷനാണ്. ഞാനിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ചോട്ടിലാട്ടോ. അവിടെ നിറയെ ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ ഒരു പരിസരത്തായിട്ട് ആൾക്കാരില്ലാത്ത പോലെ നോക്കിയിട്ട് ഞാൻ ഇരുന്നതായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു. കുറച്ചധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ബട്ടർഫ്ലൈസിനെയൊക്കെ നോക്കി, നേച്ചറൊക്കെ നോക്കി, മൊബൈലൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയത്തേക്കൊന്ന് റിലാക്സ്ഡ് ആയിരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മളവിടെ പാറയിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കയ്യൊക്കെ ഒന്ന് നനച്ച് അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണേ.